എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ അൽമായ സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനായിട്ട് നമ്മുടെ സഭയ്ക്ക് സാധിക്കും. അതിനുള്ള നേതൃത്വ വൈഭവം ഇപ്പോൾ പുതിയ മേധാർശിഷപ്പിനും പിതാക്കന്മാർക്കുമൊക്കെ ഉണ്ട്. പക്ഷേ പുതിയൊരു ചിന്തയിലേക്ക് നാം നീങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല, എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല. കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നുവരികിലും ഇളയവനായ എൻ്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം, കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്, എന്നാൽ ഇത് മുഴുവൻ വ്യക്തമല്ല, കുറേ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട്. എങ്ങനെയും ആവട്ടെ, ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി. ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മളെ നയിക്കും. നാം ആരും ഒരു വിധത്തിലും പരാജിത മനോഭാവത്തോടു കൂടിയായിരിക്കരുത്. നമുക്കുണ്ടാകേണ്ട സംശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കും. ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ ചിന്തിക്കേണ്ടത്. ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ടാവും, ചിലർ കൂടുതൽ പശ്ചാത്തപിക്കേണ്ടവരായിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ്, എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ ഇല്ല. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. ഐ ഹാവ് നോ റിഗ്രറ്റ്, നോ റാങ്കർ, നത്തിങ് ഓഫ് ദ സോർട്ട്. What I have is really that I tried in my humble way to be with the church, Syro Malabar Church, which can become really the greatest individual church in the Oriental family, in the communion of the universal church, and giving a good example for others and for other individual churches. നമുക്കറിയാം, മറ്റ് അപ്പസ്തലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു മാർത്തോമാ ശ്ലീഹ. ഈ മാർത്തോമാ ശ്ലീഹയെ കുറിച്ചുള്ള സുവിശേഷ വചനങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ മാർത്തോമാ ശ്ലീഹയുടെ ജീവിതം എന്നെയും വ്യക്തിപരമായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റുള്ള ശിഷ്യന്മാർ പതറിപ്പോയ സന്ദർഭങ്ങളിലും ധീരതയോടെ നിന്നവനാണ് മാർത്തോമാ ശ്ലീഹ. ആ ധീരത നമ്മുടെ സഭ കാണിക്കണം. ആ ധീരത കാണിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ഐക്യവും കൂട്ടായ്മയും നിലനിർത്താനുള്ള ഒരു വ്യഗ്രത ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ശേഷം സഭ മുഴുവനിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പുതിയ നേതൃത്വം അതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉപകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ കരങ്ങളെ സഹമെത്രാന്മാരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ശക്തിപ്പെടുത്തണം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Your words will inspire